Okay, good afternoon. Okay, good afternoon. Good afternoon, ma'am. Yeah, good afternoon. Good afternoon. Okay. Good afternoon, ma'am. Good afternoon. Hey Tom, good afternoon. ഇതൊന്ന് പറയാത്തെ വിഷ് ചെയ്തു കേട്ടോ. Good afternoon. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയാണോ? ടയേർഡ് ആണോ? ടോമിനെ കണ്ട് ടയേർഡ് ആയതുള്ളൂ. ഉറങ്ങുന്ന സമയായിരുന്നു. ഉറക്കം ഇനിയിപ്പോ ഉറങ്ങണ്ട കേട്ടോ ഈ ക്ലാസ്സിൽ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ ചെയ്തു മലയാളം ടു ഇംഗ്ലീഷ് അല്ലേ? അല്ലേ? ആണോ? ആണോ? അതെ, മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ശരിയാ. ശരി. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ ടെൻസ് ക്ലിയർ ആണ്. എല്ലാ ടെൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ടെൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ റെക്കോർഡ് സ്പീച്ച് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറി നോട്ട് ചെയ്തു. പറയൂ, എന്താണ് വേണ്ടത്? റിപ്ലൈ തരും, റെസ്പോണ്ട് ചെയ്തു. Vocabulary note ചെയ്തോ? മനസ്സിലായി, നിങ്ങള് ബി ബാച്ചാണ്. ഓക്കെ, എ ബാച്ചിലാണ് ഞാൻ ചോദിച്ചത്, കാരണം അതിലവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്നത് അമ്പിളി, പ്രഭിത, നസിമോൾ എന്ന് പറയാവോ? എ ബാച്ച് നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കാം. കാരണം നവ്യ ഓൾറെഡി എടുത്തതാണ്, അടുത്ത പോർഷൻസ് ആണ്. ടീച്ചർ ഇപ്പൊ എല്ലാരും ഈ ബാച്ചിലാണോ ടീച്ചറ്? എല്ലാവരും ഈ ബാച്ചിലാക്കിയ? എല്ലാവരും ഈ ബാച്ചിലല്ല, നിങ്ങളുടെ കൂടെ തന്നെ ഒരു ബി ബാച്ച് ഉണ്ടായിരുന്നു. ബി ബാച്ചും ഇപ്പൊ നിങ്ങൾ സെയിം ഒരു ക്ലാസ്സിലാണ്. എയും ബിയും ഒരുമിച്ചാക്കിയല്ലയോ? കാരണം ബി ഇപ്പൊ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബിക്ക് ആക്റ്റീവ് വോയിസും റിപ്പോർട്ട് സ്പീച്ചും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വൊക്കാബുലറി ഏകദേശം അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കുറച്ച് പുറകോട്ടായിരുന്നു. നിങ്ങളുടെ ടെൻസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. മലയാളം നമ്മൾ ട്രാൻസ്ലേറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും റിപ്പോർട്ട് സ്പീച്ച് ഒന്നും തരില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ കവർ ചെയ്യാം. ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ ടീച്ചറെ? പഠിപ്പിച്ചല്ലോ, മിസ് എടുത്തിട്ടുണ്ടല്ലോ. മറ്റേ ടീച്ചർ അല്ലയോ? മറ്റേ ടീച്ചർ എടുത്തതെല്ലാം അടിപൊളിയല്ലേ? ടീച്ചർ ഒന്നുകൂടെ പുറകോട്ട് വന്നല്ലേ പഠിപ്പിച്ചു തന്നത്? അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കേട്ടോ. പറയോ, നിങ്ങള് ബാച്ച് ആരുണ്ടോ? എനിക്ക് ഡൗട്ടാണ്, ഞാൻ പറഞ്ഞു. ടോമിനോട് ഞാൻ ചോദിക്കുന്നില്ല, ടോമിനോട് ചോദിച്ച ഡൗട്ട് ഫുള്ള് ഡൗട്ട് നിങ്ങൾ. അങ്ങനല്ല ഞാൻ പറഞ്ഞ ടീച്ചറെ, മറ്റേ ടീച്ചർ പഠിപ്പിച്ചത് എനിക്ക് ഡൗട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. ഈ ചേച്ചിമാരൊന്നും ഒന്നും പറയത്തില്ല. ചേച്ചിമാരെ പറയൂ, ഡൗട്ട് ഉണ്ടോ? അനിയത്തിമാരും പറയത്തില്ല, സത്യമാ. പറയൂ, പോസ്റ്റ് എടുക്കാനാ. ഡൗട്ട് ഉണ്ട് ചെറുതായിട്ടൊക്കെ. ഡൗട്ട് ഉണ്ട്, ഏതായിരുന്നു? ഒരാളും കൂടെ പിടിച്ച് രക്ഷപ്പെട്ടു. റിപ്പോർട്ട് സ്പീച്ച് ആണോ? അതൊക്കെ എന്ത് നിഷ ആൻഡ് അമ്പിളി പറയൂ, റിപ്പോർട്ട് സ്പീച്ച് ആണ്. മിസ് ഞങ്ങൾക്ക് അത് അതിലോട്ടൊന്ന് പറഞ്ഞു തരൂ, എളുപ്പം ഒന്ന് പറഞ്ഞു തന്നാ മതി. പെട്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബി ബാച്ചുകാര് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഓൾറെഡി എടുത്ത പോർഷൻ ആണ്, എന്നാലും നിങ്ങൾ ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുമ്പോ നമ്മള് ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു അല്ലെ? അപ്പൊ ഞാൻ ടോമിനോട് ഒരു കാര്യം പറഞ്ഞു. ടോം അത് ടോമിന്റെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞു.
അല്ലെ? ഞാൻ പറഞ്ഞ കാര്യം മറ്റൊരു ഫ്രണ്ടിനോട് പോയി റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരാളോട് റിപ്പോർട്ട് ചെയ്യണം അല്ലെ? എന്നോട് പറയണ്ടേ? മൂന്നാമത്തെ പറയണം അല്ലെ? അതിനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആ മൂന്നാമതൊരാളോട് നമ്മളൊരു കാര്യം പറയുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നമ്മളിപ്പോ ടെൻസ് പഠിച്ചു. എല്ലാ ടെൻസിനും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സ്ക്രീനിലോട്ട് നോക്കാം. സ്ക്രീനിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് സ്പീച്ചിനെ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാറുണ്ട്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയും. സെയിം തന്നെയാണ് കേട്ടോ. അപ്പോ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറയപ്പെട്ടില്ല. ഒന്നും പറഞ്ഞാലല്ലോ. ഓക്കെ, അപ്പോ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് ഡയറക്റ്റ് സ്പീച്ച്. അത് മൂന്നാമതൊരാളോട് പറയുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയും. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അത് ഏത് ടെൻസിൽ നമ്മൾ റിപ്പോർട്ടിങ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കാം, മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം. സിമ്പിൾ പ്രസന്റില് ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. അത് സിമ്പിൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. ഒരു ബോയ് പറയാണ് എനിക്ക് സൈക്കിൾ വേണം, സൈക്കിൾ ആവശ്യമാണ് എന്ന് പറയണം. ഐ വാണ്ട് എ സൈക്കിൾ. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ ആ ടെൻസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സെയിം ടെൻസ് അല്ല റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the boy said I want a cycle എന്ന് പറയുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ സെയിം ടെൻസ് അല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. ടെൻസ് മാറും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. അതായത് നമ്മളൊരു മലയാളം പറയാണ്. ഇപ്പോ ഒരു മലയാളം പറയും. ഇപ്പൊ ഇത് തന്നെ പറയാം, എനിക്കൊരു സൈക്കിൾ ആവശ്യമാണ്, ഐ വാണ്ട് എ സൈക്കിൾ എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ബോയ് പറഞ്ഞു. ഇന്ന് ഞാൻ ഒരാളോട് മൂന്നാമതൊരാളോട് പറയുകയാണെങ്കിൽ എന്ന് പറയും, ആ ബോയ് പറഞ്ഞു അവൻ ഒരു സൈക്കിൾ വേണമെന്ന്. ഇങ്ങനെ നമ്മൾ പറയാം മലയാളത്തില് അല്ലെ? അപ്പൊ ഞാൻ നേരത്തെ കൂടെ പറയും എനിക്കൊരു സൈക്കിൾ വേണം. അത് ടോമിന്റെ ഫ്രണ്ടിനോട് എന്ത് പറയും? ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഒരു സൈക്കിൾ വേണമെന്ന്. പറഞ്ഞു പാസ്റ്റ് അല്ലേ? അല്ലെ? നമ്മൾ പാസ്റ്റ് വെച്ചിട്ടില്ല പറഞ്ഞേ. ടീച്ചർ പറഞ്ഞു, അത് പാസ്റ്റ് ആയി മാറി. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. The boy said that അവൻ പറഞ്ഞു. എങ്ങനെ? He want a cycle. അവന് ഒരു സൈക്കിൾ വേണമെന്ന് അവൻ പറഞ്ഞു എന്ന് വരും. ഇവിടെ തമ്മിൽ വ്യത്യാസം എന്താ? The boy said I want a cycle എന്ന് പറയുന്ന സെന്റൻസിൽ വന്ന മാറ്റം കണ്ടിക്കാ. Past time. അല്ലാതെ നമുക്ക് എന്ത് മാറ്റങ്ങൾ പറയാം? The boy said that വന്നു അവിടെ. പിന്നെ ഐക്ക് പകരം എന്ത് വന്നു? അത് കൊണ്ട് അവിടെ ഹി വന്നു. ബാക്കിയെല്ലാം സെയിമാണ്. സിമ്പിൾ അല്ലേ? The boy said that he want a cycle. അത്രയേ ഉള്ളൂ. അങ്ങനെ വരും. സിമ്പിൾ പ്രസന്റ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. സബ്ജക്ട് മാറും. മെയിൻ ആയിട്ട് മാറുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റ്. അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ എങ്ങനെ മാറും? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു. റീനു said I am waiting for Jerry. ഞാൻ ജെറിയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ജെറിയെ വെയിറ്റ് ചെയ്യാണ്. I am waiting for Jerry എന്ന് പറഞ്ഞു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് ഞാൻ ഇപ്പൊ ഒരാളോട് പറയുകയാണെങ്കിലോ, റീനു പറഞ്ഞു അവള് ജെറിനെ കാത്തിരിക്കുകയായിരുന്നു എന്ന്. അല്ലെ? ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ആയില്ലേ? അപ്പൊ എന്ത് വരും? റീനു said that I am എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ ഐക്ക് പകരം റീനു എന്ന് പറയുന്നത് ഫീമെയിൽ ഗേൾ ആയതുകൊണ്ട് നമ്മൾ ഷീ യൂസ് ചെയ്യും. ഷീ
ഷീയുടെ കൂടെ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഏതാണ്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വാസ് ആണ്. She was waiting for Jerry. ഇവിടെ സബ്ജക്റ്റിനും ഓക്സിലറിക്കും ആണ് ചേഞ്ചസ് വരെ. ടെൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ സിമ്പിൾ ആണ്. Renu says I am waiting for Jerry എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ it is changed into past continuous. So Renu said that she was waiting for Jerry എന്നായി മാറും. Okay, clear ആണോ? Yes. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പറയൂ. Yes, ma'am. Yes, ma'am. Yes. Okay. Then present perfect. Present perfect റിപ്പോർട്ട് ചെയ്യുമ്പോൾ past perfect ലേക്ക് മാറും. Okay. Present perfect അതായത് ഇത്രയും ചിന്തിക്കാം. പ്രസന്റ് ടെൻസ് എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറും. 3 മാത്രം ചിന്തിച്ചാൽ. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയേ ഉള്ളൂ. ഇത് പഠിക്കാം. ഫസ്റ്റ് ടെൻസ് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സിമ്പിൾ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് നോക്കിയേ. Kidu said to me, Kidu said to me, അല്ലെങ്കിൽ Kidu said എന്ന് പറഞ്ഞാലും മതി. To me ഇല്ലെങ്കിലും Kidu said I have finished my work. അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. I have finished my work. അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. Kidu said that she had സബ്ജക്റ്റ് I എന്നുള്ളത് she ആകുന്നു. പാസ്റ്റ് ആയതുകൊണ്ട് have ന് പകരം നമ്മൾ ഇവിടെ had യൂസ് ചെയ്യും. She had finished her work. My work എന്ന് പറയുമ്പോൾ എന്റെ വർക്ക് ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്റെ വർക്ക് എന്നല്ല പറയാം, അവളുടെ വർക്ക് അല്ലെ. മൈ എന്നുള്ളത് her ആകും. Kidu said that she had finished her work. Next, present perfect continuous. She said I have been reading for hours. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. She said that she had been reading for hours. Okay. So present tense എല്ലാം clear ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Present tense. പ്രസന്റ് പെർഫെക്റ്റ് എന്നോട് പറയോ? Present perfect ല് പ്രസന്റ് പെർഫെക്റ്റില് നിങ്ങൾ ഇത്രയും നോക്കുക കേട്ടോ. അതായത് സബ്ജക്റ്റ് ആരാണെന്ന് നോക്കുക. ഇപ്പോ ഐ എന്ന ഭീഷണിലെത്തി നമ്മൾ അവിടെ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ആരാണ്? ഗേൾ ആണോ ബോയ് ആണോ നോക്കിയിട്ട് ഷിയോ കിയോ നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായോ? പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് എന്നാണ്. അപ്പൊ ഐക്ക് പകരം നമ്മൾ ഓൾറെഡി ഷീ യൂസ് ചെയ്തു. പിന്നെ പാസ്റ്റ് ആണ്. പാസ്റ്റ് ആയതുകൊണ്ട് ഹാവിന് പകരം ഇവിടെ എന്ത് വരും? ഹാഡ് വരും. പ്രസന്റിലാണ് ഹാവും വരുന്നത്. പാസ്റ്റിൽ ഹാഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റില് ഗീതു സെഡ് എങ്ങോട്ട് ഗീതു ടോൾഡ് ടു മീ ദാറ്റ്. അത് നോക്കണ്ട. അത് നോക്കാം. ഗീതു സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ടു മീ അവിടെ വിട്ടേക്ക് കേട്ടോ. ടു മീ വേണ്ട. ഗീതു സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. അത് പാസ്റ്റിലേക്ക് മാറുമ്പോ ഗീതു സെഡ് ദാറ്റ് അത് മതി. ടോൾഡ് ടു മീ വേണ്ട. ഗീതു സെഡ് ദാറ്റ് അത് മതി. ഗീതു സെഡ് ദാറ്റ് she had finished her work എന്ന് പറയും. മൈ വർക്ക് എന്നുള്ളത് her വർക്കായി മാറും അല്ലെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാണ്. ഞാൻ എന്റെ വർക്ക് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു, ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ടോം അത് മറ്റൊരാളോട് എങ്ങനെ പറയും? ടീച്ചർ പറഞ്ഞു ടീച്ചറിന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എന്റെ വർക്ക് എന്ന് പറഞ്ഞപ്പോ ടോം അത് എന്ത് പറഞ്ഞു? ടീച്ചറിന്റെ വർക്ക് എന്ന് പറഞ്ഞു അല്ലെ. അതുമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മൈ വർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവളുടെ വർക്കായിട്ട് മാറും. അപ്പൊ
her work. Clear? Present clear ആണ്. ഇനി അടുത്ത പാസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാട്ടോ. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ഓക്കെ, പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ്. പ്രസന്റ് ടെൻസിലെല്ലാം പാസ്റ്റിലേക്കാണ് മാറും. സോ പാസ്റ്റ് ടെൻസ് അങ്ങനെയല്ല. പാസ്റ്റ് ടെൻസ് ഈ പാസ്റ്റ് ടെൻസിൽ തന്നെ ഇങ്ങോട്ട് കളിക്കുകയുള്ളൂ. അതായത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. Raju said, I ate an apple എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. രാജു said that, അവിടെ ഐ എന്നുള്ളത് ഹി ആകും. പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി ഹാഡ് വരണം. He had eat. ഈറ്റിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. Eat ആണ്. An apple. Raju said that he had eaten an apple എന്ന് വരും. മനസ്സിലായോ? നിങ്ങൾക്ക് ടെൻസ് കറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ടെൻസ് പറഞ്ഞു തരേണ്ട ആവശ്യം ശരിക്കും ഉള്ളൂ. അതായത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാണ്. കാരണം ഓൾറെഡി നിങ്ങൾ ടെൻസ് പഠിച്ചത് കൊണ്ട് ക്ലിയർ ആവേണ്ടതാണ്. ഏത് ടെൻസിലേക്ക് മാറുന്നു എന്ന് മാത്രം റിപ്പോർട്ട് സ്പീച്ചിൽ പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. Veena said, I was reading a novel. Veena said that she has been reading a novel. Next, past perfect. പാസ്റ്റ് പെർഫെക്റ്റിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല. അവിടെ സബ്ജക്ട് മാത്രം മാറുന്നുള്ളൂ. അതായത് രാമു said, I had seen him. പ്രത്യേകിച്ച് മാറ്റില്ല. രാമു said that he. അടൈ എന്നുള്ളത് he ആയിട്ട് മാറും. He had seen him. Amal said, I had been watching a film. Amal said that he had been watching a film. Okay, there is no changes. Clear ആണോ? Past clear ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡൗട്ട് വരുന്നുണ്ടോ ഒന്ന് പറയാമോ? നിഷ, അമ്പിളി, പ്രഭിത പറയൂ. ഡൗട്ട് ആണോ വരുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് മിസ്സേ. പിന്നെ ഈ നമ്മള് മിസ് പറഞ്ഞ ടെൻസ് നമുക്ക് കറക്റ്റ് അറിയാത്തോണ്ടായിരിക്കും. റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ സെഡ് ദാറ്റ് ചേർത്ത് ഹാഡ് ബീൻ ഹാസ് ബീൻ ഒക്കെ ചേർത്താൽ മതിയല്ലോ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം നമുക്ക്. റിപ്പോർട്ട് സ്പീച്ച് ഞാൻ എപ്പോഴെങ്കിലും പഠിപ്പിച്ച നിങ്ങൾക്ക് ടെൻസ് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ ഞാൻ റിപ്പോർട്ട് സ്പീച്ച് പഠിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് എക്സാം ഒന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് അറിഞ്ഞിരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അറിഞ്ഞിരുന്നാൽ നല്ലതുമാണ്. അപ്പൊ ടെൻസ് നന്നായിട്ട് ക്ലിയർ ആയതിനു ശേഷം ഞാൻ പഠിപ്പിക്കുന്നല്ല നല്ലത്. അല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ശരിയല്ലേ? അത് മതി ക്ലാസ് തീരുന്നതിന് മുമ്പ് എടുത്ത് തന്നാ മതി. ഏതെങ്കിലും ബാച്ചില് എക്സാം ഉണ്ടായിരുന്നോ ടീച്ചറെ? ഇംഗ്ലീഷോ? ഇല്ല, ഇംഗ്ലീഷ് നിങ്ങൾക്ക് തരുന്നതേ നിങ്ങൾക്ക് ഒരു ജോലിക്ക് എവിടെ വേണമെങ്കിലും എന്ത് ജോലിക്കാണെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അല്ലെ, ജോലിക്കുന്നല്ല, നമ്മുടെ ലൈഫിൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യമാണ്. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരും സംസാരിക്കാൻ റെഡിയല്ല. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ടെൻസ് പഠിക്കണം. ടെൻസ് പഠിച്ച് അത്യാവശ്യം വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, സംസാരിക്കാൻ വേണ്ട എല്ലാ നോട്ട്സും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് നമുക്ക് ക്ലാസ്സിൽ മാക്സിമം നമ്മൾ സംസാരിക്കാൻ റെഡി ആയിട്ട് വരണം. ഇനി മുതൽ ടോപ്പിക് തന്നാല് എന്തെങ്കിലും പൊട്ടത്തെറ്റ് പറയണം. ഓക്കെ, സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് വരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അതുകൊണ്ട് റിപ്പോർട്ട് സ്പീച്ച് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയില്ല. ആസ് എ
സംസാരിക്കാൻ വേണ്ടിയാണ് ഡിഷൻ ആക്കിയാണെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് അത്ര വലിയ അത്യാവശ്യമില്ല. അങ്ങനെ പഠിക്കുക നല്ലതാണ്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ട കുറച്ച് നോട്ട്സ് ഉണ്ട്, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അവസാനത്തേക്ക് റിപ്പോർട്ട് സ്പീച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഓക്കെ, ടെൻസ് കുറച്ചുകൂടെ ഫ്ലുവന്റ് ആക്കണം, കുറച്ചുകൂടെ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതുപോലെ വൊക്കാബുലറി വേണം, കുറെ ഡെയിലി സെന്റൻസ് ചെയ്യാൻ തരും. അതൊക്കെ പറയും തോറും നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ശരിയാവും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വൊക്കാബുലറി എഴുതാം. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ കുറച്ച് വേർഡ്സ് നോട്ട്ബുക്ക് എടുക്കുക. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്ന ഓരോ വേർഡ്സ് എഴുതി വെക്കുക. അതിന് മലയാളം മീനിങ് എഴുതണം, അതുപോലെ തന്നെ അതിന്റെ V1 V2 V3 ഫോം എഴുതണം. ഓക്കെ ഓക്കെ മിസ്. ഞാൻ കുറച്ച് ടെക്സ്റ്റ് ചെയ്യാം, പെട്ടെന്ന് എഴുതാം കേട്ടോ. കൈ കഴിച്ചിരിക്കുക, പെതിയ മതി വേണം. എന്തോ കൈ കഴിച്ചിരിക്കുക, ഇച്ചിരി പെതിയ കുഴപ്പമില്ല. ഇപ്പൊ 30 വരെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം കേട്ടോ. ഫസ്റ്റ് വേർഡ് അബ്സോർബ്. അബ്സോർബ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. ഇംഗ്ലീഷ് വേർഡ് എഴുതാം, അതിന്റെ മലയാളം മീനിങ് എഴുതാം, അതിനുശേഷം V2 V3 എഴുതാം. ഞാൻ V2 മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ V3 കൂടെ എഴുതാം. അതായത് അബ്സോർബ് ആണെങ്കിൽ വലിച്ചെടുക്കുക എന്ന് എഴുതാം, അതിനുശേഷം V2 V3. അബ്സോർബ്, അബ്സോർബ്ഡ്, അബ്സോർബ്ഡ്, അങ്ങനെ 3 ഫോംസ് എഴുതണം കേട്ടോ. സെയിം ആണ്. അബ്സോർബ്, അബ്സോർബ്ഡ്, അബ്സോർബ്ഡ്, അങ്ങനെ എഴുതാം. അറിയാവുന്ന വേർഡ്സ് ഉണ്ടാകും, പക്ഷെ എന്നാലും എഴുതി വെക്കാം കേട്ടോ. Accept, accepted. Accept means അംഗീകരിക്കുക. Accuse, accused, കുറ്റപ്പെടുത്തുക. Accuse, കുറ്റപ്പെടുത്തുക. സ്ത്രീയുടെ കൂടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മീനിങ് കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. Achieve, achieved. Achieve means നേടുക, നേടിയെടുക്കുക എന്നൊരു മീനിങ്ങിലാണ് വരാം. Added, added, കൂട്ടിച്ചേർക്കുക, ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, അറിയാവുന്നതാണ്, എന്നത് എഴുതി വെക്കാം. പേരുണ്ട്. ഓക്കെ, അഡ്രസ്, അഡ്രസ് നോക്കി എഴുതും. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഓരോ വേർഡും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എഴുതി വെക്കുക. അതിനുശേഷം മലയാളം പറയുന്നെങ്കിൽ പറയാം, നിങ്ങൾ എഴുതി വെക്കുവാണ്. മലയാളം ഡൗട്ട് ഉള്ളത് ചോദിക്കാം, പറയാം. അബ്സോർബ് വലിച്ചെടുക്കുക. അക്സെപ്റ്റ് സ്വീകരിക്കുക. അക്സെപ്റ്റ് അംഗീകരിക്കുക, സ്വീകരിക്കുക, ഏതോടെ എഴുതാം. അക്യൂസ്, അക്യൂസ് കുറ്റപ്പെടുത്തുക. അക്യൂസ് കുറ്റപ്പെടുത്തുക. അച്ചീവ് നേടുക. അച്ചീവ് നേടുക. ആഡ് കൂട്ടിച്ചേർക്കുക. ആഡ് കൂട്ടിച്ചേർക്കുക. അഡ്രസ്. ഇവിടെ അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ക്ലാസ് അല്ല കേട്ടോ, ഇത് നൗൺ ആണ്, സോറി വേർബ് ആണ്. അഡ്രസ് മെയിൻ ക്ലാസ് എന്ന് പറയുന്നത് നൗൺ ആണ്, ഇത് ഇവിടെ വരുന്നത് വേർബ്. അപ്പൊ അഡ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അഭിസംബോധന ചെയ്യുക എന്നൊരു മീനിങ് ആണ്. സംബോധന ചെയ്യുക എന്നൊരു മീനിങ് ആണ് അഡ്രസ്, സംബോധന ചെയ്യുക. അഡ്മയർ, അഡ്മയർ ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അല്ലാവ് സമ്മതിക്കുക, അനുവദിക്കുക. അല്ലാവ് അനുവദിക്കുക. അപ്ലൈ, അതായത് പ്രയോഗിക്കുക, അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയും. അപ്ലൈ, അപ്ലൈ വരാം.
Next, approach. Approach, സമീപിക്കുക. Approach, സമീപിക്കുക. Approve, അതും അംഗീകരിക്കുക എന്നൊരു മീനിങ്ങിലാണ്. Approve. എഴുതിയതാ. എഴുതി. Approve. Okay. Arrange, arrange ചെയ്യുക, ക്രമീകരിക്കുക എന്നൊരു മീനിങ് വരും. Arrive, വന്നു ചേരുക. Ask, ചോദിക്കുക. Attach, അതിനെ ഘടിപ്പിക്കുക, അറ്റാച്ച് ചെയ്യുക, ഘടിപ്പിക്കുക, യോജിപ്പിക്കുക എന്നൊക്കെ മീനിങ്. ഓക്കെ. അറ്റാക്ക്, ആക്രമിക്കുക. അറ്റാക്ക്, ആക്രമിക്കുക. അട്രാക്ട്, ആകർഷിക്കുക. അട്രാക്ട്, ആകർഷിക്കുക. അവോയ്ഡ്, ഒഴിവാക്കുക. ബാർക്ക്, കുരയ്ക്കുക. ബാർക്ക്ഡ്. ബെഗ്, യാചിക്കുക. ബിഹേവ്, പെരുമാറുക. ബിലീവ്, വിശ്വസിക്കുക. ബ്ലെയിം, കുറ്റപ്പെടുത്തുക. കൈ അടിക്കുന്ന ടീച്ചറെ, നോ, കൈ അടിക്കുന്ന അടി. മതിയോ? കൈ അടിക്കുന്ന, കൈ അടിക്കുന്നില്ല, കൈ അടിക്കുന്നേ. എഴുതണം. ഓക്കെ. ബോയിൽ, തിളയ്ക്കുക. കുറച്ചുള്ളൂ, എഴുതൂ. ബിൽഡ്, സോറി, ബിൽഡ്, ബിൽഡ്. ബിൽഡ് ചെയ്യാൻ നിർമ്മിക്കുക. കോൾ, ക്യാൻസൽ, ക്യാൻസൽഡ് ഒക്കെ മീനിങ് അറിയാവുന്നതല്ലേ. ക്യാഡ്, ക്യാരി, ക്യാരി. കെയർ, നമ്മൾ കെയർ ചെയ്യുക, പരിചരിക്കുക ആണ്. ക്യാരി, നമ്മളെ വഹിക്കുക, ഒന്ന് കൊണ്ടുനടക്കുക, ക്യാരി ചെയ്യാൻ. അവിടെ മീനിങ്. നെക്സ്റ്റ്, ചെക്ക്, ചെക്ക്ഡ്, ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ക്ലൈംബ്, ക്ലൈംബ്, അതായത് പിടിച്ചു കയറുക. ഓക്കെ, ക്ലൈംബ് ചെയ്യുക.
കളക്ടർ ശേഖരിക്കുക. കൺസിഡർ പരിഗണിക്കുക. കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക, സെയിം മീനിങ് ആണ്. കൺവേഴ്സ് ചെയ്യുക, അതായത് നേർവിപരീതമായ എന്നൊരു മീനിങ് ആണ്. കൾട്ടിവേറ്റ് കൃഷി ചെയ്യുക. കൾട്ടിവേറ്റ് കൃഷി ചെയ്യുക. ഓക്കെ, ബി ബാച്ച് സി വരെ എഴുതിയത് അല്ലെ? സ്നേഹ ഷിജോ. സ്നേഹ കേൾക്കുന്നുണ്ടോ? സി വരെ ആണെങ്കിൽ അതായത് കൾട്ടിവേറ്റഡ് അവിടെ വരെയാണ് എഴുതിയെങ്കിൽ കണ്ടിന്യൂ ചെയ്യാട്ടോ. കണ്ടിന്യൂ ചെയ്ത് എഴുതാം. സി വരെ മാം എഴുതിയത്. അപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ഡിസൈഡ് എഴുതിക്കോളൂ. ഡിസൈഡ് ചെയ്യുക, നിർണയിക്കുക. ഡിഫീറ്റഡ് പരാജയപ്പെടുത്തുക. Deny means നിഷേധിക്കുക എന്നൊരു മീനിങ് ആണ്. എന്നൊക്കെ പറയുന്നത് നിഷേധിക്കുക. ഓക്കെ, എന്റെ പൊന്നു ടീച്ചറെ മതി. ഒന്നുകൂടെ ഡിസൈഡ് നിർണയിക്കുക, ഡിഫീറ്റ് പരാജയപ്പെടുത്തുക, ജനി നിഷേധിക്കുക, ഡിസേർവ് അർഹിക്കുക, അർഹിക്കുന്ന, ഡിസേർവ് ചെയ്യുന്ന. ഓക്കെ, അർഹിക്കുക, ഡിസേർവ്. ജനി നിഷേധിക്കുക. ഡിസർവ് ചെയ്യാൻ വയ്യത് മതി. നെക്സ്റ്റ് ഡിസപ്പിയർ അദൃശ്യമാകുക. അതെയാ ഡിസപ്പിയർ, അദൃശ്യമാകുക. ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുക. ഡിസ്കസ് ചെയ്യുക, ചർച്ച ചെയ്യുക. ഡിസ്മിസ് ഇറക്കിവിടുക, പിരിച്ചുവിടുക എന്ന് പറയാം. ഡിസ്മിസ് ചെയ്യുക. ഓക്കെ, കുറച്ച് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ട് എന്താ? പങ്കിടുക, പങ്കിട്ട് കൊടുക്കുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കുറച്ച് മലയാളമാണ് കേട്ടോ. ഡിവൈഡ് വിഭജിക്കുക. ഡിവൈഡഡ്. Do, did, done. Do ചെയ്യുക. Doubt അവിശ്വസിക്കുക. Doubted. സമ്പാദിക്കുക.
Elect തിരഞ്ഞെടുക്കുക. Enclose പൊതിഞ്ഞു വെക്കുക. Enclose. Encourage പ്രോത്സാഹിപ്പിക്കുക. Enlarge വലുതാക്കുക. Enter പ്രവേശിക്കുക. Establish E ആണ് കേട്ടോ, ഡബിൾ അല്ലേ, തെറ്റിപ്പോരാ. Establish ചെയ്യുക. അതൊക്കെ സ്ഥാപിക്കുക എന്നൊക്കെ പറയില്ലേ, ഒരു മീനിങ് ആണ് കേട്ടോ. അങ്ങനെ പോയിട്ട് Expander ടോം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ടോം സോറി എക്സ്പാൻഡ് വികസിപ്പിക്കുക, വലുതാക്കുക, ഒരു മീനിങ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക. എക്സ്പ്രസ് പ്രകടിപ്പിക്കുക. എക്സ്പ്ലെയിൻ വിശദീകരിക്കുക. എക്സ്പ്രസ് പ്രകടിപ്പിക്കുക. ഓക്കെ. Then extend വലിച്ചു നീട്ടുക. എക്സ്റ്റെൻഡ് വലിച്ചു നീട്ടുക. നിങ്ങൾ എഴുതുമ്പോ 3 ഫോം എഴുതണം കേട്ടോ. എക്സ്റ്റെൻഡ്, എക്സ്റ്റെൻഡഡ്, എക്സ്റ്റെൻഡഡ്. എക്സ്പ്രസ്, എക്സ്പ്രസ്ഡ്, എക്സ്പ്രസ്ഡ്. എസ്റ്റാബ്ലിഷ്, എസ്റ്റാബ്ലിഷ്ഡ്, എസ്റ്റാബ്ലിഷ്ഡ്. ഇങ്ങനെ 3 ഫോംസ് എഴുതണം കേട്ടോ. ഡു, ഡൺ, ഡു, ഡിഡ്, ഡൺ. അത് 3 ഫോം അല്ല. അതുപോലെ തന്നെ എല്ലാം എഴുതാം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതിയോ? പക്ഷെ എഴുതണോ? അത് ഇത്ര മതിയോന്നോ? നിണ്ടിപ്പോയിരുത്, കൊന്നുകളയും ഞാൻ. നിന്റെ കൈ അഴിച്ച് ഒടിഞ്ഞു. സംസാരിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഇപ്പൊ ഡെയിലി സെന്റൻസ് പറയുമ്പോൾ നമുക്ക് ഡെയിലി കുറച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. ഡെയിലി നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് ഒരുപാട് കാര്യങ്ങള് നമ്മുടെ ഡേ ടു ലൈഫിൽ ആവശ്യമുള്ള കുറച്ച് സെന്റൻസുകളുണ്ട്. അതായത് എന്തൊക്കെയാ, നിനക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ എന്നൊക്കെ ചോദിക്കില്ലേ? നമ്മള് ചോദിക്കാറുണ്ട്, മലയാളത്തിൽ ചോദിക്കാറുണ്ട്. ഇപ്പോ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്തത്. ടീച്ചർ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണേ, ഞാൻ പോവാന്നേ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നമുക്ക് സെന്റൻസ് ആവശ്യമാണ് അല്ലെ? അപ്പൊ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഒരുപാട് ഡെയിലി സെന്റൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്താണ് എനിക്ക് ചെയ്തത്, എങ്ങനെ നീ പറയും, എന്നോട് പോയു. അതുപോലെ തന്നെ ഒരുപാട് സെന്റൻസ് ഉണ്ട്. നമുക്കൊരു കപ്പ് ചായ ആയാലോ, ഇങ്ങനെ കുറച്ച് സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, പഠിച്ചു വെക്കാന്ന് പറയുമ്പോൾ കാണാപ്പാടം പഠിക്കാന്നല്ല, മലപാട്ട് ചെയ്യാന്നല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ തരുന്ന എല്ലാ നോട്ട്സും നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും വായിക്കാം. മലയാളവും ഇംഗ്ലീഷും ഉറക്കി വായിക്കാം. ഓക്കെ, ഇപ്പൊ തരുന്ന വേർഡ്സ് ആണ് ഇപ്പോൾ ഇത്രയും വേർഡ്സ് ഞാനല്ല. ഇത് എല്ലാ ദിവസവും
മാക്സിമം വായിക്കാം. എങ്ങനെയാ വായിക്കണ്ടേ? കറക്റ്റ്. അബ്സോർബ്ഡ് അതിന്റെ മലയാളം അത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക? അബ്സോർബ് നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. വൃത്തിയെ വായിക്കണം. അബ്സോർബ്, accept, accepted, accused എന്ന് പ്രാക്ടീസ് ചെയ്യുക. മലയാളം മീനിങ് അറിയാമെങ്കിൽ അത് പറയണ്ട. പക്ഷെ കൂടെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യും. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേർഡ് യൂസ് ചെയ്യേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വേർഡ് നിങ്ങളുടെ വായിൽ വരും. മനസ്സിലായത്? യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു പെട്ടെന്ന് നിങ്ങൾ പറയുന്ന മിസ് സ്റ്റക്ക് ആയി പോകുന്നു, മിസ് വൊക്കാബുലറി കിട്ടുന്നില്ല, സ്റ്റക്ക് ആയി പോകുന്നു. മാക്സിമം കുറച്ച് വൊക്കാബുലറി ഞാൻ ക്ലാസ്സിൽ തരും. അല്ലാതെ ഉള്ള നിങ്ങൾ ഞാനും ഒരുപാട് വൊക്കാബുലറി ഉണ്ട്. അതൊക്കെ ഞാൻ തരാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല. ഓക്കെ, അപ്പൊ മാക്സിമം കുറച്ച് 300 അബോവ് ഞാൻ എന്തായാലും തരും. മാക്സിമം 300 അത്രയും വൊക്കാബുലറി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി സെന്റൻസ്, അത്രയും തന്നെ ഡെയിലി സെന്റൻസ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നോട്ടിലാണ് എഴുതുന്നത്. സോ ആ നോട്ട് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. എപ്പോഴും കയ്യിലുണ്ടാവണം. ഡെയിലി വായിക്കുന്ന പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് ആയാലും നമ്മൾ യൂസ് ചെയ്ത ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ടെൻസിനെ ആശ്രയിക്കാണ്ട് തന്നെ. നിങ്ങൾ പറയുന്ന ഒരു പുസ്തകം നമുക്ക് ടെൻസ് അറിയാൻ പറ്റുന്നില്ല, നമുക്ക് വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ടെൻസിന്റെ സഹായമില്ലാതെ, ടെൻസിന്റെ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് കവർ ചെയ്ത് തരണം. മാക്സിമം നോട്ട്സ് എഴുതാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഈ പഠിക്കുന്ന വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഈ വേർഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ വേർഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. പഠിച്ചത് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഉപകരിക്കൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇതെല്ലാം ഇത് മനസ്സിലായി. അപ്പൊ ഇതെല്ലാം ഒരുപാട് നോട്ട്സ് എഴുതാനുണ്ട്. അതിനുശേഷം ഇതെല്ലാം എഴുതിയതിനു ശേഷം നമുക്ക് ഒന്നുകൂടെ ടെൻസിലേക്ക് വന്നിട്ട് ടെൻസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് ഞാൻ തരാം. ഓക്കെ, ഇനിയും ടെൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവരും റെഡിയാണോ? ആരൊക്കെ റെഡിയാണ്? നോക്കട്ടെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോ ക്ലാസ്സിൽ എല്ലാവരും ലെഫ്റ്റ് അവാറ് ചെയ്യാം. പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും ഇംഗ്ലീഷ് കേട്ടപ്പോ തന്നെ എനിക്ക് തിയറി മതി, എനിക്ക് പ്രാക്ടിക്കൽ വേണ്ട എന്നുള്ള ഒരു മൈൻഡാണ്. പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് തിയറി മാത്രമല്ല, തിയറി കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം. അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. തിയറി പഠിച്ച ആരെയും ഇംഗ്ലീഷ് സംസാരിച്ചവരില്ല. പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കൂ. റെഡിയാണ്? എല്ലാവരും റെഡിയാണ് അല്ലെ? ഒരു കാര്യം ചെയ്യൂ, ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യൂ. ഞാൻ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ? നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും പറയാം. ഓക്കെ, അപ്പോ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ക്ലിയർ ആണോ? ഇതൊരു ടോപ്പിക് ആണ് കേട്ടോ. ഈ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം, പ്രാക്ടീസ് ചെയ്ത് വരാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നോക്കി വായിക്കരുത്. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വന്ന് നോക്കി വായിക്കരുത്. നിങ്ങളുടേതായ നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിലെ ഓൺ ക്രിയേഷനിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ അതേപോലെ തന്നെ ഇവിടെ വന്ന് പറയരുത് എന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന രീതി വേണം പറയാം. ഓക്കെ ഓക്കെ മാം. യെസ്, റെഡി ആണല്ലോ? ഇനി ആ ക്ലാസ്സിൽ ആരും ജോയിൻ ചെയ്യാതിരിക്കരുത് കേട്ടോ. പ്രോബ്ലംസ് വരുമ്പോ ഫേസ് ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മൾക്ക്
എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഥവാ ഇമ്പോർട്ടന്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പറയും. ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ വേർഷൻ ആണ്. അപ്പോ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അതിന് കൂടെ നോട്ട്സ് കുറച്ച് എഴുതാനുണ്ടാവും. ക്ലാസ് മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഞാനിത് നോട്ട്സ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നില്ല. നോട്ട്സ് എഴുതിയെടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം, നോട്ട്സ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഓക്കെ, സോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്ത് വരാം, അതിൽ സംസാരിക്കാം. ഓക്കെ, റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ, ടോമിനോട് ഒന്ന് പറയണം കേട്ടോ. ടോം അടുത്ത ക്ലാസ്സിലുണ്ടെങ്കിൽ ചില പറയില്ല. അപ്പൊ നിഷ ഒന്ന് ടോമിനോട് പറയാം. ഓക്കെ, ഇൻഫോം ചെയ്യാം. പറഞ്ഞേക്കാം മിസ്. ഓക്കെ, ടോപ്പിക്ക് പറയാം. പ്രിപ്പയർ ചെയ്ത് വരട്ടെ. അപ്പൊ പറയാതെ പ്രസന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മിസ്. Okay, thank you all. See you on the next class. Bye. Thank you, miss. Bye. Bye.